പല ആളുകൾക്കും അപ്ലിക്കേഷൻ നമ്പർ അറിയില്ല. ചില ആളുകൾ ജസ്റ്റ് റെസിപ്റ്റ് പോലത്തെ ഒരു സാധനം, അതായത് പ്രിവ്യൂ പോലത്തെ ഒരു സാധനം അയച്ചു തരും. ട്രേഡ് മാർക്കിൽ ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് TM അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. ആ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ IP ഇന്ത്യ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തണം നിങ്ങൾ കൊടുത്ത അപ്ലിക്കേഷൻ അവിടെ വിസിബിൾ ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ IP ഇന്ത്യ വെബ്സൈറ്റ് അല്ലാതെ ക്യുക്ക് കമ്പനി ഉണ്ട്. അങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കയറി നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. പല ആളുകൾക്കും അപ്ലിക്കേഷൻ നമ്പർ അറിയില്ല. ചില ആളുകൾ ജസ്റ്റ് റെസിപ്റ്റ് പോലത്തെ ഒരു സാധനം, അതായത് പ്രിവ്യൂ പോലത്തെ ഒരു സാധനം അയച്ചു തരും. അതിൽ അപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ആ ക്ലയന്റിന്റെ കയറി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അപ്ലിക്കേഷനെ IP ഇന്ത്യ വെബ്സൈറ്റിലോ മറ്റു സ്ഥലങ്ങളിലോ കാണിക്കുന്നുമില്ല. ഇങ്ങനെ ഈ ഫ്രോഡായിട്ട് ഇപ്പം 1500 രൂപയ്ക്ക് 2000 രൂപയ്ക്കൊക്കെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പല സോഷ്യൽ മീഡിയ ആഡുകളിലും പോയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പ്രിവ്യൂ കാര്യങ്ങൾ വെച്ച് ഞാനിത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഏജൻസിക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ കോൾ എടുക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഓൺടർപ്രണേഴ്സിനുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ വെച്ച് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് കയറി നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അപ്ലിക്കേഷൻ അവിടെ വിസിബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്.